ഹലോ, നമസ്കാരം. അങ്ങനെ നമ്മുടെ കൂടെയുള്ളത് M50 ബാൻഡാണ്. M50 ബാൻഡിന്റെ എല്ലാവരും തന്നെ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ അയർലൻഡ് എഫ്എമ്മിലൂടെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ കേട്ട് കാണും. എന്തായാലും ഇതൊരു പോഡ്കാസ്റ്റാണ് ട്ടോ. അവരുടെ വിശേഷങ്ങളും അവിടെ ഉണ്ടായ ചില രസകരമായ സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാക്കിങ്ങിന് പോകുമ്പോഴൊക്കെ ഈ കഥകളും പാട്ടുകളും എന്താ പറയുന്നത് ചില കുസൃതി ചോദ്യങ്ങളും കളിയാക്കുകളും ഗോസിപ്പുകളും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും അതായത് M50 ബാൻഡ് അയർലൻഡിന്റെ ഫ്യൂച്ചർ പ്ലാൻസും ഒക്കെ കേൾക്കാം നിങ്ങൾക്ക്. അതുപോലെ അവരുടെ സക്സസ് സ്റ്റോറീസ്, ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവര് എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആം, എന്നൊക്കെയുള്ള കഥകൾ. എന്നാ പിന്നെ തുടങ്ങല്ലേ. വെൽക്കം ടു ദ ഷോ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ടീം എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ അവരുടെ കൂടെ അവരുടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ടീമിനെ പരിചയപ്പെട്ടാലോ? ഓക്കെ, ആരാദ്യം പറയുന്നത്? അപ്പം എൻ്റെ പേര് ഹരി, ഞാനാണ് വോക്കലിസ്റ്റ് ബാൻഡിൽ. ഓക്കെ, ബാക്കി ആൾക്കാരെ പരിചയപ്പെടുത്താം. എല്ലാവരും പരിചയപ്പെടുത്താം. എന്തായാലും നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു വലിയ ഇവന്റ് ഈ ദിവസങ്ങൾ അടുത്ത് തന്നെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ആക്ച്വലി നിങ്ങളുടെ ടീമിനെ പരിചയപ്പെടുത്താൻ ആരെയാണ് നിങ്ങൾ? എനിക്കറിയാം നിങ്ങൾ ഈ ബാൻഡ് വെച്ചിട്ടല്ല ഇവിടെ അയർലൻഡിൽ താമസിക്കുന്നത്. നിങ്ങളെല്ലാം ഡിഫറെന്റ് പ്രൊഫഷണൽസ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്നും കൂടെ പറഞ്ഞാൽ കേൾക്കുന്നവർക്കും സന്തോഷമാവും. കാരണം ഒരു പ്രചോദനം കൂടി ആണല്ലോ അല്ലെ? പാഷനും പ്രൊഫഷനും ഒക്കെ എങ്ങനെയൊക്കെ ഡിഫറെന്റ് വഴിയിലൂടെ പോയാലും ജീവിതത്തിന്റെ ഒരു വേളയിൽ ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തിക്കോ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. കാരണം ഞാൻ പേര് മാത്രം പറഞ്ഞെന്ന് വെച്ചാൽ ബാക്കി ഇങ്ങനെ പറഞ്ഞു വരുന്ന അടുത്ത് നമുക്ക് ഗിറ്റാറിസ്റ്റ് പ്രൊഫഷണൽ പറഞ്ഞാണ്. അതെ, ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. കെറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മുടെ നേസിൽ. വലിയ പുള്ളി കേട്ടോ എന്റെ അമ്മ. അത് ഹരി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് ഡോക്ടർ രാജീവ് രവീന്ദ്രൻ. ഡോക്ടർ രാജീവ് ഹരീന്ദ്രൻ, എന്റെ ദൈവമേ. ഓക്കെ, മലയാളത്തില് ആദ്യം പാടിയ സിംഗർ. കുഴപ്പമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടുത്തത് ആരാ പറ്റുന്നത്? കാര്യമായിട്ട് പറഞ്ഞ മലയാളം മൂവി മരടെന്ന് പറഞ്ഞ മൂവിയില് മരടെന്ന് പറഞ്ഞ മൂവിയില് പാടിയ ആളാണ് ഹരി. പ്ലേബാക്ക് സിംഗർ അയർലൻഡിൽ. അടിപൊളി, സൂപ്പർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു മച്ച്. താങ്ക് യു. ഓക്കെ, അടുത്താരാ? എന്റെ പേര് സുമേഷ് എന്നാണ്. ഞാന് ബാൻഡ് M50 ഒരു ഡ്രമ്മറാണ്. പെർക്യൂഷനിസ്റ്റ് കൂടിയാണ്. പിന്നെ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 14 വർഷത്തോളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോ ബാഡ്മിന്റൺ കോച്ചാണ് ലെവൽ 2 അയർലൻഡില്. ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളെ ഉള്ളൂ ഇന്ത്യൻ ആയിട്ട് ലെവൽ 2 ഉള്ള. പിന്നെ അതിന്റെ കൂടെ ബാൻഡും. അടിപൊളി. സുമേഷിന്റെ ബാഡ്മിന്റൺ വിശേഷങ്ങളൊക്കെ എനിക്ക് കുറച്ച് അറിയാൻ കേട്ടോ. എന്തായാലും സൂപ്പർ. ഇനി ഞങ്ങളുടെ ബേസ് ഗിറ്റാറിസ്റ്റ് ജസ്റ്റ് എന്ന് പറയും. പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം. എന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ഞാൻ ഇവിടെ ഐറിഷ് ഗ്യാരേജ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന കമ്പനിയിലെ കമ്പനി അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാൻഡില് ആരംഭം തൊട്ടുണ്ട്. ബേസ് ഗിറ്റാർ ഇപ്പോ വായിക്കുന്നു. ചിലപ്പോ നാളെ വേറെ എന്തെങ്കിലും വായിച്ചിട്ടിരിക്കും. അത് ചിലർക്ക് ഭീഷണിയാ. അല്ല, ജസ്റ്റിൻ ഡ്രംസ് വായിക്കും, ജസ്റ്റിൻ ഗിറ്റാർ ലീഡ് ഗിറ്റാർ വായിക്കും, ബേസ് ഗിറ്റാർ. ജസ്റ്റിൻ കീബോർഡിസ്റ്റ് കൂടിയാണ്. ഇന്നലെ ജാവ സിമ്പിൾ ആയിരുന്നു, ഇന്ന് ജസ്റ്റിൻ സിമ്പിൾ ആണ്. പിന്നെ അതുപോലെ ജസ്റ്റിൻ ബാഡ്മിന്റൺ ഡിവിഷൻ 1 പ്ലെയർ കൂടെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ പേര് കേട്ടിട്ടുള്ളത് കേട്ടോ. ശരി, ഇനി നമ്മുടെ ഒരു വലിയ ആരാധക വൃന്ദമുള്ള പരിചയപ്പെടുത്താം. എന്റെ പേര് അഭിനവ് എന്നാണ്. ഞാൻ ബാൻഡിലെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ്. ഞാൻ ക്യാൻസർ ട്രയൽസ് റെഗുലേറ്ററി അഫയേഴ്സ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ അത്രയൊക്കെ ജീവിതം. ഫോളോവേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അതിരിക്കട്ടെ, അതായിട്ട് നമ്മുടെ കലോത്സവ വേദികളിൽ സമ്മാനങ്ങൾ വാരിക്കൊട്ടിയാണോ? ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്നില്ല.
അതെ അതെ. അവന്റെ വീട്ടിലാണെങ്കിൽ ഒരു മുറി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേക്കാം അവന്റെ ട്രോഫി ഒക്കെ വെക്കാൻ വേണ്ടി. ആണോ? ഓക്കെ, കൊള്ളാട്ടോ. കൈകിട്ട് അത് പഠിക്കും. അപ്പോ വെൽക്കം ടു ദി ഷോ. ഹലോ, എൻ്റെ പേര് അനൂപ്. ഹായ് അനൂപ്. താങ്ക്സ് ഫോർ ഹാവിംഗ് us to this show ഫസ്റ്റ് Okay. ഓഫ് ഓൾ. അപ്പോൾ ഞാൻ ഈ ബാൻഡിലെ കീബോർഡിസ്റ്റ് ആണ്. അത്യാവശ്യം ചില പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യും. Okay, അത്യാവശ്യം ഇച്ചിരി വലിയായിട്ട് ചെയ്യത്തില്ല, Singer basic ആണോ? ആയിട്ട്. Okay. ബാക്കപ്പ് ചില സമയത്ത് പാടും, പക്ഷെ അപ്പൊ കീബോർഡ് വായന വരത്തില്ല. അപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ റയനെയർ ആണ്. റയനെയർ എയർലൈൻസിലാണ് ഓക്കെ. ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു 3 years ആയിട്ട് അവിടെയാണ്. ഞാനിവിടെ അയർലൻഡിൽ ഒരു 17 years ആയി വന്നിട്ട്. 17 years. ഓക്കെ. റൈനറിന്റെ manager ആണ്, ഞങ്ങളായിട്ട് ഞങ്ങളുടെ വന്നത്. manager ഞങ്ങളായിട്ട് ആണ്. വന്നത്. ഞങ്ങളുടെ manager ആണ്. ടീം മാനേജർ ആണോ? ഓക്കെ. മാനേജർ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് നമ്മുടെ നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ സമീപിക്കണം? നമ്മള് ആര് കല്യാണം കഴിഞ്ഞെന്ന് പറയാ. കല്യാണം കഴിക്കുമോ? നമ്മുടെ അനൂപിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം Okay. 4 മാസം ആവുന്നു. 4 മാസം. 4 മാസം ആവുക. ഓക്കെ. വൈഫ് ഇവിടെ ഉണ്ടോ? ലൈഫ് ജൂലൈ വരും. ജൂലൈയിൽ വരും. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പേറി അയർലൻഡിൽ വന്ന ഒരു കൂട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ സ്വപ്നങ്ങൾ അടക്കി വെച്ചിട്ട് അവര് വേറൊരു വഴിക്കും പോയില്ല. അവരെന്താ ചെയ്തത്? അവർ തിരിച്ചു വന്നു. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കുഞ്ഞു തീപ്പൊരി മതിയല്ല, ഇത് ഒരു സ്പാർക്ക് മതി നമ്മുടെ ഉള്ളിലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കയറി വരാൻ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു വൈകിട്ട് എന്താ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ പോരാ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളിതാ വീണ്ടും വരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയോ ഇടയ്ക്ക്? ഓക്കെ, വെൽക്കം ബാക്ക് ടു വൈകിട്ട് എന്താ പരിപാടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞ് ശരിക്കും കേട്ടിരുന്നോ? എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർ ഫുൾ എനർജിയോട് കൂടി വരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ, അതായിരുന്നു അതിന്റെ കാര്യം. അപ്പൊ പ്ലാനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഇവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ അടുത്ത് തന്നെ നമ്മുടെ മൈൻഡ് മെഗാ മേള May 31 വരുന്നുണ്ട്. അവരവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ലെറ്റ് മീ ആസ്ക്, ആരോടാ ചോദിക്കേണ്ടത്? ഓക്കെ, സുമേഷ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് അപ്കമിങ് ആയിട്ടുള്ളത്? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് അയർലൻഡിലുള്ള എല്ലാ മലയാളികളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ഞങ്ങൾക്ക് ഈ വർഷം വളരെ ബിസി ആയിട്ടുള്ള ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു സമ്മർ ടൈം. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 31 May മൈൻഡ് മെഗാമേള തന്നെയാണ്. സോ മൈൻഡ് മെഗാമേളയിൽ ഞങ്ങൾക്ക് 2 PM അതിന് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുന്നതായിരിക്കും. അതെ. കുഞ്ചാക്കോബൻ എപ്പോഴാണ് എത്തുന്നത്? ആ സമയത്തിനോട് അടുത്താണോ? അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞ ഉടനെ തന്നെ ആയിരിക്കും. ആണോ? ഓക്കെ, അടിപൊളി. കുഞ്ചാക്കോബൻ വന്നിട്ട് എന്തായാലും നിങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി സർപ്രൈസ് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോബനുള്ള സർപ്രൈസും ഉണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അതിനുശേഷം കേരള ഹൗസ് 21 ജൂണിന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റുമായിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അത് ഞങ്ങൾ ഒരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ അത് ഓൺ ഗോയിങ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എഫുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാം. ടീമല്ലേ, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളോട് തന്നെയായിരിക്കും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. അത് നമ്മുടെ വാക്ക്. ഇനി 28 ജൂണിന് DMA നടത്തുന്ന ദ പൂരം ഓഫ് അയർലൻഡ്. അപ്പോൾ അതിലും ഞങ്ങൾ മെയിൻ ഇവന്റ് ഞങ്ങളാണ് ചെയ്യുന്നത്. അതിലൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെലിബ്രിറ്റി സിംഗർ ഞങ്ങളുടെ കൂടെ പാടുന്നുണ്ട്. വലിയ പുള്ളികളാ ഇവിടെ ഇരിക്കുന്നത്. അങ്കമാലിയുടെ പ്രസീത, അങ്കമാലി എന്ന് പറയാൻ പറ്റില്ല, ചാലക്കുടിയാണ്. ഞാനും വിചാരിച്ചു. അപ്പോ പിന്നെ ഉത്സവ് 5 ജൂലൈ
ഉത്സവന് ഞങ്ങൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പോട്ട്ലിഷ് അല്ലേ? അതെ. പോട്ട്ലിഷ്. ആ, ഞങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ. ബേസിലിന് വേണ്ടിയും ആ. ഞങ്ങൾ അവിടെ ഒരു സർപ്രൈസ് സർപ്രൈസ് റെഡി ദൈവമേ, ആക്കിയിട്ടുണ്ട്. സർപ്രൈസ് ആയ ആൾക്കാരാണല്ലോ. എന്നാ കേട്ടോ, ഞങ്ങളുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്, ഇരിക്കട്ടെ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഹരിശങ്കറിന്റെ പ്രോഗ്രാം കിൽക്കനിയിലെ 10th ഓഗസ്റ്റിന് ഞങ്ങൾക്ക് ഉണ്ട്. അന്ന് ഞങ്ങളാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രോഗ്രാം Wow, I love ഓപ്പൺ it. ചെയ്യുന്നത്. ഓപ്പൺ അപ്പ് പ്രോഗ്രാം ഞങ്ങളുടേതായിരിക്കും. ഓ, സോ അടിപൊളിയായിട്ട്. അതൊരു സർപ്രൈസ് ആണ്. Okay. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഇനി ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. Mhm. അത് ഫസ്റ്റ് ടൈമാണ് ദ ബാൻഡ് M50 ഒരു പ്രോഗ്രാം ഞങ്ങൾ ലോഡ് ചെയ്യുന്നത്. അത് 15th ഓഗസ്റ്റ് M50 വിത്ത് DJ നിബൽ. M50, okay, DJ DJ level. level, okay. Exclusive for students and youth. Okay, ആയിക്കോട്ടെ. അതിപ്പോ അങ്ങനെ നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനൊരു സ്റ്റുഡന്റ് വരാലോ അല്ലേ? പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അവിടെ വരാവുന്നതാണ്. Okay, ആയിക്കോട്ടെ. So, ഇത്രയും പ്രോഗ്രാംസ് ആണ് ഞങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇപ്പൊ കിടക്കുന്നത്. പിന്നെ ടോക്കിൽ ഒരു 5-6 പ്രോഗ്രാംസ് കൂടി ഉണ്ട്. Okay. എല്ലാം ശരിയാവുകയാണെങ്കിൽ ഞങ്ങൾ അതും കൂടെ പെർഫോം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തീർച്ചയായിട്ടും എന്താ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു 2022 അല്ലെ, 2022 ടീം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു ഹാർഡ് വർക്കിലൂടെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വഴിയിൽ എത്തിയിരിക്കുന്നത്. ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ടോക്കിലുണ്ടെന്ന് പറഞ്ഞതെല്ലാം നിങ്ങളിലോട്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ, M50 ബാൻഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം.